15 ദിവസത്തിനുള്ളിൽ 4 ദുബായ് യാത്ര. പിടിയിലായതാവട്ടെ 14.8 കിലോ സ്വർണവുമായി. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയധികം ദുബായ് സന്ദർശനം നടത്തിയപ്പോൾ തന്നെ കന്നഡ യുവനടി രന്യ റാവു DRAയുടെ നോട്ടപ്പുള്ളിയായി മാറിയിരുന്നു. സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്ന രന്യ ഏറ്റവും ഒടുവിൽ എമിറേറ്റ്സ് വിമാനത്താവളത്തിൽ ബംഗളൂരുവിൽ വന്നിറങ്ങിയതോടെ ഇനി പരിശോധന വൈകേണ്ടതില്ലെന്ന നിഗമനത്തിൽ ഉദ്യോഗസ്ഥരെത്തി. അവർക്ക് തെറ്റിയില്ല. പരിശോധനയിൽ ദേഹത്ത് ധരിച്ചിരുന്ന ബെൽറ്റിലും മറ്റ് ശരീരഭാഗങ്ങളിലും രന്യ സ്വർണം ഒളിപ്പിച്ചത് അന്വേഷണ സംഘം കണ്ടെത്തി. പിടിച്ചെടുത്ത സ്വർണത്തിന് നിലവിൽ 12 കോടിയോളം രൂപ വില വരും. കർണാടകയിലെ മുൻ IPS ഉദ്യോഗസ്ഥന്റെ മകളാണ് ഈ രന്യ. അതുകൊണ്ട് തന്നെ കേസിൽ രന്യ പിതാവിന്റെ സ്വാധീനം ഉപയോഗിച്ചിരുന്നുവെന്നും DRA അന്വേഷിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ IPS ഉദ്യോഗസ്ഥന്റെ മകളായതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ എത്തുന്ന രന്യയെ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ അനുഗമിക്കാറുണ്ട്. ചില സമയങ്ങളിൽ സർക്കാർ വാഹനത്തിലാണ് രന്യ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങാറുള്ളതും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബംഗളൂരു വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് റാക്കറ്റുകൾ സജീവമായതുകൊണ്ട് തന്നെ ഇവരുമായി രന്യയ്ക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ട്. പഠനത്തിൽ മിടുക്കിയായിരുന്ന രന്യ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയെങ്കിലും അഭിനയത്തോടുള്ള അഭിനിവേശം അവരെ കിഷോർ നമിത് കപൂർ ആക്ടിംഗിൽ എത്തിക്കുകയായിരുന്നു. പഠനം പൂർത്തിയാക്കി മോഡലായിട്ടാണ് തന്റെ കരിയറിന് അവർ തുടക്കമിട്ടത്. സിനിമകളിൽ അഭിനയിക്കുന്നതിന് മുൻപേ നിരവധി പരസ്യ ചിത്രങ്ങളിൽ രന്യ വേഷമിട്ടിട്ടുണ്ട്. 2014 പുറത്തിറങ്ങിയ മാണിക്യ എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്കുള്ള ഇവരുടെ പ്രവേശനം. 2016 പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ വാഗയിൽ 2017 പുറത്തിറങ്ങിയ പടകി എന്ന ചിത്രവും സിനിമാ രംഗത്ത് കാലുറപ്പിക്കാൻ രന്യയെ സഹായിച്ചു. ഈ ചിത്രത്തിലെ രന്യ റാവുവിന്റെ പ്രകടനത്തിന് പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ അവരെ പ്രശംസിച്ചു. ചുരുക്കം ചിത്രങ്ങളിലൂടെ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നതിനിടയിലാണ് സ്വർണ്ണക്കടത്തിൽ ഇവർ പിടിയിലാകുന്നത്. അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ നടിയെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇപ്പോൾ വിട്ടിരിക്കുകയാണ്.